down. സോ ഹേ ഗൈസ്, ക്രേസി ടെക്നോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എങ്ങനെ നമ്മൾക്ക് ഒരു സാധാരണ ഹെഡ്ഫോൺ, വയറുള്ള ഹെഡ്ഫോൺ നമുക്ക് ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ ആക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അതിന് നമുക്ക് ഒരു സാധനം പർച്ചേസ് ചെയ്യണം. ഞാൻ ഫ്ലിപ്കാർട്ടിൽ വാങ്ങിച്ചത്. ഏകദേശം 220 രൂപയാണ് അതിൻ്റെ വില. അതിൻ്റെ പേരാണ് വയർലെസ് റിസീവർ, ബ്ലൂടൂത്ത് റിസീവർ എന്നും പറയും. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഗൈസ്, ഇത് 1 മണിക്കൂർ ചാർജ് കുത്തണം എന്നാണ്. 8 മണിക്കൂർ യൂസ് ചെയ്യുന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. 8 മണിക്കൂറൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ യൂസ് ചെയ്യാം. പിന്നെ ഇത് മൊബൈലായിട്ട് കണക്ട് ചെയ്യുക, ഐപാഡായിട്ട് കണക്ട് ചെയ്യുക, അതുപോലെ കാറായിട്ട് കണക്ട് ചെയ്യുക, ഹെഡ്ഫോൺസ് ആയിട്ട് കണക്ട് ചെയ്യുക, പിന്നെ ഹോം തിയേറ്റർ ആയിട്ട് വേണമെങ്കിൽ കണക്ട് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇത് വലിയൊരു അൺബോക്സിംഗ് ഒന്നുമല്ല. ഇത് തുറന്നാൽ തന്നെ ഫസ്റ്റ് നമുക്കൊരു ചെറിയൊരു ഡാറ്റ കേബിൾ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ഓക്സ് കിട്ടുന്നുണ്ട്, ഒരു ചെറിയൊരു ഓക്സ് കിട്ടുന്നുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് ആണ് കിട്ടുന്നത്. അതൊരു ബാറ്ററീൻ്റെ വലിപ്പമേ ഉള്ളൂ. 3 സ്വിച്ച് ഉണ്ട് അതിൽ. അപ്പോൾ ഗൈസ്, ഇതെങ്ങനെയാണ് ഓണാക്കുക ഓഫാക്കുക അതിൻ്റെ യൂസൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ മേൽവശത്ത് 3.5 mm ഓഡിയോ ജാക്ക് ഉണ്ട്. താഴെയാണ് ചാർജ് കുത്താനുള്ള മൈക്രോ USB പോർട്ട്. അപ്പോൾ ഗൈസ്, ഇതൊന്ന് ഓൺ ആക്കണമെങ്കിൽ നമുക്ക് 3 സെക്കൻഡ് അതിൻ്റെ പവർ ബട്ടണിൽ പ്രസ് ചെയ്ത് നിൽക്കണം. 3 സെക്കൻഡ് അമർത്തി നിൽക്കണം. ഗൈസ്, ഇതിൻ്റെ ചാർജർ എന്ന് വെച്ചാൽ ആ മൈക്രോ USBൻ്റെ കേബിള് നമ്മൾ പവർ ബാങ്ക് ആയിട്ടാണ് ഞാൻ കണക്ട് ചെയ്തത്. പവർ ബാങ്ക് ആയിട്ട് കണക്ട് ചെയ്തപ്പോൾ നല്ല ഹീറ്റായി. മറ്റേ കേബിള് ഫുള്ള് ഹീറ്റ്, ഒരു കരിഞ്ഞ സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കേബിള് നേരെ വർക്കാണില്ല. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ സാധാരണ മൊബൈൽ ചാർജർ കൊണ്ടാണ് ഇതിനെ ചാർജ് ചെയ്യേണ്ടത്. നമുക്കിതിൽ 3 സെക്കൻഡ് അമർത്തി പിടിക്കണം പവർ ബട്ടണിൽ. ഏറ്റവും ഫസ്റ്റ് ബട്ടണാണ് പവർ ബട്ടൺ. അപ്പോൾ ഗൈസ്, 3 സെക്കൻഡ് അമർത്തി പിടിച്ചാൽ 2 ലൈറ്റ് കത്തും, റെഡും ബ്ലൂവും ആക്കും. അപ്പോൾ ഗൈസ്, ഇതെങ്ങനെയാണ് നമുക്ക് ഫോണുമായിട്ട് കണക്ട് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ആദ്യം നമുക്ക് നമ്മുടെ ഫോണിലത്തെ ബ്ലൂടൂത്ത് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് ബ്ലൂടൂത്ത് ഓൺ ആയിട്ട് സ്കാനിൽ കൊടുക്കണം. അപ്പോൾ ബ്ലൂടൂത്ത് മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ടാവും. അപ്പോൾ ബ്ലൂടൂത്ത് മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് വരും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് പെയർ ചെയ്യുക. സാധാരണ ഫോണിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്ന പോലെ ഇതിൻ്റെയും ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുക. അപ്പോൾ ഗൈസ്, ബ്ലൂടൂത്ത് കണക്ട് ആയെന്ന് വെച്ചാൽ ആ ബ്ലിങ്ക്, ആ 2 LED ബൾബ് കത്തുന്നത് നിൽക്കും. എന്നിട്ട് ഒറ്റൊരു LED ബൾബ് 3 സെക്കൻഡ് കൂടുമ്പോൾ കത്തും. അതാണ് ബ്ലൂ LED ആയിരിക്കും ബ്ലിങ്ക് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് ഹെഡ്ഫോൺ ആയിട്ട് കണക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ സാധാരണ വയർഡ് ഹെഡ്ഫോൺ എടുത്തിട്ട് ആ 3.5 mm ഓഡിയോ ജാക്കിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണ്ട സോങ് നമ്മുടെ ഫോണിൽ സെലക്ട് ചെയ്ത് ഓൺ ആക്കിയെന്ന് വെച്ചാൽ ഹെഡ്ഫോണിൽ കൂടെ കേൾക്കുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു എക്സ്ട്രാ മൈക്കൊന്നുമില്ല. ഞാൻ എൻ്റെ ഫോണിൻ്റെ മൈക്കിൻ്റെ അടുത്ത് എത്തിച്ചു തരാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട്. ഇതൊരു ഫേക്ക് വീഡിയോ അല്ല, കറക്റ്റായിട്ട് തന്നെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇതിൽ ഒരു എക്സ്ട്രാ മൈക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ എൻ്റെ ഹെഡ്ഫോൺ ഇത്തിരി കൂടി പവറുള്ള ഹെഡ്ഫോൺ ആയതുകൊണ്ടാണ് ഇത് നന്നായിട്ട് കേൾക്കുന്നത്. എൻ്റെ എക്സ്ട്രാ മൈക്കൊന്നുമില്ല. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.